ഹായ് ഹലോ ഞാനും അമ്മയും ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാണ്. സോ ഇന്ന് ഞാൻ ജസ്റ്റ് ക്യാമറ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. സോ ഒരു ചേഞ്ച് ലൈക്ക് ഞാൻ നോർമലി വ്ളോഗ് ചെയ്യുന്നതല്ല. സോ ടുഡേ ഐ ആം ഗോയിങ് ടു വ്ളോഗ് ആഫ്റ്റർ എ ലോങ് ടൈം. സോ ഇന്ന് നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നത് ബൈക്കിലാണ്. സോ സംഭവം എന്ന് വെച്ചാൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ബാൻഡാണ് സിതാരാസ് പ്രോജക്റ്റ് മലബാറിക്കസ്. സോ അവരുടെ ഒരു പ്രോഗ്രാം ഇന്ന് അവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഡ്രോൺ ഷോ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അത് കാണാൻ പറ്റുമെന്നും കൂടെ ഒന്ന് നോക്കാം. സോ ഇന്ന് ഈ ക്യാമറയിൽ കൂടെ ഞാൻ നിങ്ങളെ ഇന്നത്തെ എൻ്റെ അമ്മയുടെയും ജേർണി കാണിക്കാൻ പോവാം. ഓക്കെ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തിരുവനന്തപുരത്ത് ഓണാഘോഷ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഇതെവിടെ ഇറങ്ങിയിട്ടേ ഇല്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പരിപാടിയാണ്. തല വയർപ്പ് എല്ലാം ഇതാ രണ്ട് വശമൊക്കെ പിന്നിട്ട് ഇങ്ങനെ പ്രാന്തികളെ പോലെ ഇങ്ങനെ ഇറങ്ങുകയാണ്. തല വയർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൗണ്ട് പോകുന്നുള്ളതാണ്. സൗണ്ട് കൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് പരിപാടി. അപ്പം പയ്യൻ ഇവിടെ നിൽക്കുമ്പോൾ, മോനിവിടെ ഉള്ളപ്പോൾ പിള്ളേർക്കൊക്കെ താല്പര്യമുള്ള വിഷയങ്ങളിലെല്ലാം നമ്മൾ കുറച്ച് എൻഗേജ്ഡ് ആവണ്ടേ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. കൊച്ചുകുട്ടികളോടെ കൊച്ചുകുട്ടികളായിട്ട് കളിക്കുക, ഏത് പ്രായക്കാരോടെയും ആ പ്രായത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും താല്പര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ തല വേർക്കുന്നു, അവിടെ വേദന ഇവിടെ വേദന എന്ന് പറഞ്ഞിരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പം അവനോടൊപ്പം ഞാനും യാത്രയാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് പ്രായക്കാരോടൊപ്പവും നമ്മൾ ചേരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് വന്ന് അവിടുത്തെ വിശേഷങ്ങൾ, പിന്നെ ലൈറ്റ്സും ഒക്കെ ഇലുമിനേഷൻ തുടങ്ങിയല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് കാണാം. ഓക്കെ. ഫോണിൽ സ്ഥലമേ ഇല്ല. കാരണം ഓണം പ്രമാണിച്ചും അതിന് മുമ്പേ ഇഷ്ടംപോലെ വീഡിയോസുണ്ട്. ഒന്നും എനിക്ക് എടുത്ത് ഷെഡ്യൂൾ ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഫോണ് നിറഞ്ഞു പോയി. വീഡിയോ തന്നെ പിടിക്കാൻ പറ്റുമെന്ന് തന്നെ അറിഞ്ഞൂടാ. എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആവണമെന്ന് അറിയാൻ പറ്റില്ല ഫോണ്. അതുവരെ എടുത്തുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ. ഇപ്പോൾ ടൈം കിട്ടുമ്പോൾ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ബൈ. അപ്പോൾ നമുക്ക് പോവാം. ബൈ ബൈ അല്ല, നമുക്ക് പോവാം കാഴ്ചകളിലേക്ക്. ഇതിപ്പോൾ കനകക്കുന്ന് പാലസിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ നമ്മൾ. അപ്പോൾ മോന് വാഹനം ഇങ്ങനെ പാർക്ക് ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാനവിടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇതെല്ലാം. ഞങ്ങൾ ഒരു 5 മണി കഴിഞ്ഞപ്പോഴേ ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്നും. കാരണം അവിടെ സീറ്റ്സൊക്കെ കിട്ടുമെന്നൊന്നും അറിയത്തില്ലല്ലോ, അങ്ങനെ പോയതാണ്. അപ്പം തന്നെ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാണണോ? ഓ, പ്രോഗ്രാമിൻ്റെ അവിടെ ഒന്നും പിന്നെ കയറാൻ പോലും പറ്റത്തില്ലായിരിക്കും. പക്ഷേ അത്രയ്ക്ക് ആൾക്കാരായി കാണും. അതെ, അത് വളരെ കാണാൻ പറ്റും. കുറച്ചധികം ദൂരെ നിന്നിട്ട് വരും. സോറി.
മണി കാറ്റാട് സ്വദേശി ഉത്സവമായി 59 വയസ്സ്. ഈ കന്യാകുമാരി ഭാഗത്ത് ഒരു വെച്ച് മിസ്സായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നമ്മളിങ്ങനെ ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് നമ്മളിങ്ങനെ വരികയാണ്. എവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കനകക്കുന്ന് പാലസിന് ഉള്ളിലേക്കാണ്. ആ കോമ്പൗണ്ടിൽ നിന്ന് ഉള്ളിലേക്ക് വന്നു. സാധാരണയായിട്ട് ഇവിടെ എല്ലാ വർഷവും കനകക്കുന്ന് പാലസിനുള്ളിൽ അത്തപ്പൂക്കളവും പിന്നെ എന്താ പറയുക, ഓണത്തിൻ്റെ മഹാബലിയുടെയും പിന്നെ വാമനൻ്റെയും അങ്ങനത്തെ രൂപങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് അത്തപ്പൂക്കളം തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ്. ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഒട്ടുമിക്ക. പക്ഷെ ഇപ്രാവശ്യം നടക്കുന്നത് എന്താണെന്നറിയോ, ഇതിനകത്ത് കഥകളിപ്പദം നടക്കുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കഥകളിപ്പദം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, അതിനകത്ത് തന്നെ കൊട്ടാരത്തിൻ്റെ. അപ്പോൾ അതിലെന്താണെന്ന് നോക്കട്ടെ. നോക്കിയിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഉന്നമാണല്ലോ, അപ്പോൾ അതിൻ്റെ സ്റ്റാൾസ് എല്ലാം എവിടെയുണ്ട് എന്നുള്ളതാണ് ഇനി തിരക്കി പോകാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞ് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ബാഗ് വെച്ചിരുന്നിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകേണ്ടിയുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല 8:45 മണിയാകുമ്പോഴത്തേക്കും ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തണം. എനിക്ക് മോനുമായിട്ട് അവിടെ അച്ഛൻ വരുമെന്ന് പറഞ്ഞു. അച്ഛന് ഈ റഷൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈമിന് കറക്റ്റായിട്ട് അവിടെ എത്തണം. അപ്പോൾ നമുക്കിനി ബാക്കിലോട്ട് പോവാം. അസൂയ പൂണ്ട അവർ മഹാവിഷ്ണുവിനെ കണ്ട് പരാതി പറഞ്ഞു. മഹാവിഷ്ണു ബാലനായ വാമനന്റെ രൂപത്തിൽ മഹാബലിയെ കാണാൻ ചെന്നു. കഥയറിയാത്ത പാപം മഹാബലി സന്തോഷത്തോടെ വാമനനെ സ്വീകരിച്ചു. ഓണക്കഥ പറയുന്ന കണ്ണുകൾ, രക്ഷയ്ക്കായി 3 അടി ഓണക്കഥ പറയുന്ന കണ്ണുകൾ. ശീലനായ മഹാബലി ഉടനടി അത് സമ്മതിക്കുകയും ചെയ്തു. പരിചയമുള്ള പാട്ടുകൾ പാടുന്ന Okay, okay. അതല്ല ഐശാന്റെ പറഞ്ഞ ഹരികൃഷ്ണൻ 7-16 മുരുകൻകുളത്ത് നിന്നാണ്. സുഹൃത്തുക്കളായ വിഷ്ണു, ശബരി എന്നിവർ കണ്ണൂർ വെയിറ്റ് ചെയ്യുന്നു.
കാരണം വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കുറച്ച് അകലെയായിരുന്നു. അപ്പോൾ അവൻ വണ്ടി എടുക്കാൻ പോകുമ്പോൾ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രോൺ ഷോ. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് എന്നെ കാണാമായിരുന്നു, നന്നായിട്ട് കാണാമായിരുന്നു. അതാണ് ഞാനിങ്ങനെ എടുത്തത്. ആകാശത്തിൽ നിറയുന്ന പല ഓണത്തപ്പൻ്റെയും ഹാവലിയുടെയും പിന്നെ കഥകളുടെ രൂപങ്ങളും സദ്യ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. അതേ ഞാൻ വീഡിയോ എടുത്തതാണിത്. എന്താ സംഭവം? സെക്കൻഡ് പോലീസുകാർ പറയുന്നത് മാത്രം അനുസരിച്ച് നിൽക്കുക, അനുസരിച്ച് മാത്രം പോവുക. ഞാനിങ്ങനെ മോനോട് പറയുമായിരുന്നു, നല്ല സൗകര്യം, എത്ര റഷാണെങ്കിലും പോലീസുകാരവിടെ നല്ലോണം നിയന്ത്രിക്കാനായിട്ടുണ്ടായിരുന്നു. കനകക്കുന്ന് പാലസിൻ്റെ ഫ്രണ്ടിലും എല്ലായിടത്തും അങ്ങനെ റോഡിൽ അവിടെ ആയിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന മാത്രം അനുസരിച്ച് നമ്മൾ പോവുക എന്ന് ഞാൻ മോനോട് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ആൾക്കാരെല്ലാം അവരെ അനുസരിക്കാതെയൊക്കെ പോകുന്നുണ്ട്. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അവരിപ്പോൾ നമ്മളെ ഇത്രയും റഷുള്ള സ്ഥലത്ത്, ഇത് കോർപ്പറേഷൻ ഓഫീസാണ് കേട്ടോ, വളരെ നഗരസഭയുടെ ഓഫീസാണ് തിരുവനന്തപുരം. വളരെ ഭംഗിയുണ്ട് കേട്ടോ അവരുടെ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ നമുക്കൊന്നും പറ്റാതിരിക്കാനും നമ്മളെ സുരക്ഷിതമായി അവരവർ വന്ന കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുന്നതാണ്. അപ്പോൾ അന്നേരം പിന്നെ അവർ പറയണത് നമ്മൾ അനുസരിക്കണ്ടേ, അല്ലാണ്ട് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ നമ്മൾ പാളയം എത്താറായി. ഇവിടെ ആർട്സ് കോളേജിലൊന്നും വലിയ ഇതൊന്നും കണ്ടില്ല. ഇലൂമിനേഷൻ്റെ വകയൊന്നും കണ്ടില്ല, കുറച്ച് ഭാഗം മാത്രമേ. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ ഉണ്ടാവും, കുറച്ചിങ്ങനെ ഉണ്ടാവും. പിന്നെ ഉണ്ടാവുന്നത് കൂടുതലായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയാണ്. നിയമസഭയുടെ അവിടെ ഇപ്രാവശ്യം ഞാൻ പോയിട്ടില്ല. സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയാണ് ഉണ്ടാവുക പിന്നെ കൂടുതലായിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ അങ്ങനെ പോകുന്നു. അങ്ങനെയാണ്. പത്മ കഫേയിൽ നോക്കി, പത്മ കഫേ ഓഫായിരുന്നു. സെക്രട്ടേറിയറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഓരോ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ബ്യൂട്ടിഫുള്ളാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗം കാണാനൊക്കെ. പാളയമായിട്ടേ ഉള്ളൂ.
അങ്ങനെ നമ്മൾ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വരും വഴിയിൽ നമ്മൾ അരുൾ ജ്യോതി കയറി ഭക്ഷണം കഴിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ ഓണാഘോഷം ഇപ്രാവശ്യത്തത് കണ്ട്. ഇനിയിപ്പോൾ നാളെ ഒന്നും പോകാനായിട്ട് പറ്റത്തില്ല. തല വേർത്ത് കഴിഞ്ഞാൽ അതാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലെല്ലാം പോയത്. തല വേർത്ത് ഉച്ചി വേർക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ അധികം ഡിസ്റ്റർബൻസ് ഉണ്ടായില്ല. പക്ഷെ എന്നാലും ഭയങ്കര ചൂട് വേർത്തു. എന്നാലും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിന്നു. കുറച്ച് പാട്ടുകൾ മാത്രമേ കേട്ടുള്ളൂ കേട്ടോ. സിത്താരയുടെ ബാൻഡിൻ്റെ കുറച്ച് പാട്ടുകൾ, 3-4 പാട്ടുകൾ കേട്ടു മോന്. ഞാനിങ്ങോട്ട് മാറിയിരുന്നു. ഭയങ്കര ക്രൗഡ്, ചൂട് കാരണം ഇരിക്കാൻ വയ്യ അവിടെ. അത്രത്തോളം ഹ്യൂമിഡിറ്റിയാണ്, പൊടിയും ഒക്കെ കൂടെ ആൾക്കാർ നടക്കുന്ന കാരണം. അങ്ങനെയാണ്. അതിന് മുമ്പ് റിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ബാൻഡുകാരുടെ ഉണ്ടായിരുന്നു, അത് നല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി ധാരാളം വീഡിയോസ് ഉണ്ട്. ആറന്മുള വള്ളംകളി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.